Friends, നമ്മൾ അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് മൊഡ്യൂൾ 3 ഇല്ലുസ്ട്രേഷൻ 1 ചെയ്തു. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 2 ആണ്. സോ ക്വസ്റ്റ്യൻ റെഡി ആണ് നമുക്ക്. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആസ് ഓൺ 31st March 2011. സോ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, property, plant and equipment, inventories, trade receivables, cash and cash equivalents. Then notes to accounts, 1,15,000 equity shares of ₹10 each, 7,500 14% preference shares of ₹100 each, general reserve, secured 15% debentures, land and building, investment at cost. B Limited agreed to take out the assets and liabilities on the following terms and conditions. So calculate purchase consideration calculate ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ പറയാം, നേരത്തെ ക്വസ്റ്റ്യനിലും പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്തെ അത് ആർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ? ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ട്രാൻസ്ഫറർ കമ്പനി. സോ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അലൗഡ് ആണ്, ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. എമൗണ്ട് പെയ്ഡ് ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ നോട്ട് എ ഫോമിംഗ് പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. Then ആ പാരഗ്രാഫ് എഴുതണം. നമ്മൾ ആസ് പെർ പാര 3G ഓഫ് AS14 ഡിഫൈൻ ദ ടേം പർച്ചേസ് കൺസിഡറേഷൻ. ആ പാരയും കൂടി നമ്മൾ ഇതിനൊപ്പം ആഡ് ചെയ്യണം. ഓക്കെ, സോ എന്തിവിടെ പറയുന്നത്? എ ഡിസ്റ്റഡ് 15% debentures at a premium of 10% by issuing 15% debentures of X Limited. സോ ഇവിടെ ഡിബഞ്ചേഴ്സിന് സെറ്റ് ഓഫ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീമിയത്തിലാണ് സെറ്റ് ഓഫ് ചെയ്യണത്. സോ ഇവിടെ ഡിബഞ്ചേഴ്സ് 7 lakh ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യണത് 7 lakh plus 10%, ദാറ്റ് ഈസ് 7,70,000 ആണ് ഡിബഞ്ചേഴ്സിനോട് സെറ്റിൽ ചെയ്യണത്. ഓക്കെ, ആര്? ട്രാൻസ്ഫറി കമ്പനി. ദെൻ PPA at 10% above the book value and interest at par value. സോ ഇവിടെ PPA എടുത്തുകൊണ്ട് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് എടുത്തുകൊണ്ട് വന്ന് ബുക്ക് വാല്യൂവിനേക്കാളും 10% മേലെയാണ്. സോ ബുക്ക് വാല്യൂ, പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 30 to 50,000. സോ 30 to 15,000 പ്ലസ് 10%ലാണ് ടേക്ക് ഓവർ ചെയ്യണത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പാർ വാല്യൂയിലാണ് 6 lakh തന്നെ. ദെൻ കറണ്ട് അസറ്റ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. കറണ്ട് അസറ്റ്സ് ഇവിടെ കറണ്ട് അസറ്റ്സ് എത്രയാണ്? കറണ്ട് അസറ്റ്സ് ഇവിടെ 2 lakh plus 2 lakh plus 1 lakh, ദാറ്റ് ഈസ് 5 lakh. ഇവിടെ എത്രയുണ്ട്? ഇവിടെ 5 lakh ഉണ്ട്. ഈ 5 lakh തന്നെയാണ് ഇവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് അറ്റ് ബുക്ക് വാല്യൂ. ഇവിടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് ലയബിലിറ്റി ട്രേഡ് പേയബിൾസ് മാത്രമേ ഉള്ളൂ 5 lakh. ഈ 5 lakh എന്ത് തന്നെയാണ്? ബുക്ക് വാല്യൂ തന്നെയാണ്. ഓക്കെ, ദെൻ preference shareholders are discharged at a premium of 10% by issuing 15% preference shares or ₹100 each. ഇവിടെ പ്രിഫറൻസ് ഷെയർസ് 7,500 ഉണ്ട്. അത് 100 rupees ആണ് ഫേസ് വാല്യൂ, ബട്ട് സെറ്റ് ഓഫ് ചെയ്യണത് റിഡീം ചെയ്യുന്നത് 10%. സോ 100 plus 10% 110. സോ 110 into 7,500. Okay, the issue 3 equity shares of ₹10 each for every 2 equity shares in B Limited and pay the balance in cash. ഇവിടെ ഇക്വിറ്റി ഷെയർസിനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഇക്വിറ്റി ഷെയർസ് 3 ഇക്വിറ്റി ഷെയർസ്. ഇവിടെ 1,15,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. 1,15,000 ഇൻറ്റു ദെൻ 3 ഇഷ്യൂ ചെയ്യുന്നത് 3 ആണ്. എത്രയുണ്ട്? ബി ലിമിറ്റഡ് 2. സോ 1,15,000 ഇൻറ്റു 3 by 2 ഇൻറ്റു എത്ര ഫേസ് വാല്യൂ? 10. ഇത്രയത്തിനാണ് അവിടെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ബാലൻസ് ഇൻ ക്യാഷ്. ബാലൻസ് ഇൻ ക്യാഷ് ഇവിടെ പറയുന്നില്ല എത്രയാണ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇതാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് പറയും, ഇൻഡിവിജ്വലി കൊടുക്കുന്നത് പറയും. ബട്ട് ഇവിടെ ബാലൻസ് എത്രയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെന്ന് പറയുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് അസറ്റ് മെത്തേഡ് ഫോളോ ചെയ്യണം. നെറ്റ് അസറ്റ് കമ്പ്യൂട്ട് ചെയ്ത് നെറ്റ് അസറ്റ് എത്രയാണ് അത് തന്നെയായിരിക്കും ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതേ രീതിയിൽ എക്സാമിന് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, Para 1, as per the para 3G of AS14 define the term purchase consideration. അത് ചെയ്യുക, അത് എഴുതുക. ദെൻ para 2 amount paid to the debenture holders and not a forming part of purchase consideration. ഓക്കെ, ദെൻ computation of purchase consideration. ഇവിടെ to preference shareholders by way of preference shares 7,500 ആണ്. 7,500 ആണ് ഇതിനകത്തുള്ളത്. ഇതിൽ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഉള്ളത് 7,500 ആണ്. ഈ 7,000 ഇവിടെ പറയുന്നത് ഈ 7,500. ഓക്കെ, then so
7,500 multiplied with 100 plus 10. 10 എന്നുള്ള പ്രീമിയമാണ്. സോ 7,500 110 8,25,000. Then to equity shareholders, by way of equity shares 1,15,000 ഉണ്ട്. Then our ratio 3/2 into 10 22,50,000. By way of cash ബാലൻസ് ഫിഗറാണ്. ദെൻ ഇവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യുന്നത് അലൗഡ് അല്ല. സോ അതുകൊണ്ടാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇവിടെ വരാത്ത. ഇവിടെ വരുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും. ദെൻ ബൈ വേ ഓഫ് ക്യാഷ് ബാലൻസ് ഫിഗറാണ്. ബാലൻസ് ഫിഗറായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടേഷനും നെറ്റ് അസറ്റ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് ട്രാൻസ്ഫർ ഈ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നെറ്റ് അസറ്റ് കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ്സ് കറണ്ട് ടോട്ടൽ അസറ്റ്സ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 32,15,000 ബാലൻസ് ഷീറ്റിലുണ്ട്. അത് 10% എബോവിലാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. സോ 35,75,000. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പാർ വാല്യൂലാണ് 6 lakh. കറണ്ട് അസറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നത് 5 lakh plus 10%, 5 lakh minus 10% ആണ്. അവിടെ ഡിസ്കൗണ്ട് ആണ് 10% കൊടുക്കുന്നത്. സോ 4,50,000 അസറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നത്. ദെൻ ടോട്ടൽ അസറ്റ്സ് 46,25,000. ദെൻ മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റി. എക്സ്റ്റേണൽ ലയബിലിറ്റി 15%. ഡിബഞ്ചേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണേ ഇല്ലാന്നേ ഉള്ളൂ, ബട്ട് അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സോ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഏതിൽ? ഇൻ ദി നെറ്റ് അസറ്റ്സിൽ. സോ 15% ഡിബഞ്ചേഴ്സ് 7 lakh plus 10% പ്രീമിയത്തിലാണ് സെറ്റ് ഓഫ് ചെയ്യണത്. സോ 7,70,000 ഡിഡക്ട് ചെയ്യുക. ദെൻ ട്രേഡ് പേബിൾസ് 5 lakh ഡിഡക്ട് ചെയ്യുക. സോ ടോട്ടൽ നെറ്റ് അസറ്റ്സ് 33,55,000 കിട്ടും. ദെൻ ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ. 33,55,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ അതെടുക്കുക. സോ 33,55,000 ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ. സോ ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് 33,55,000 ഈ 8,25,000 ഡിഡക്ട് ചെയ്യുക. ദെൻ ഈ 22,15,000 ഡിഡക്ട് ചെയ്യുമ്പോൾ എത്ര വരും? 8,15,000 വരും. സോ അങ്ങനെയാണ് അവിടെ ബാലൻസിങ് ഫിഗർ ക്യാഷ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കും ഒന്ന് റീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 3. ഇല്ലുസ്ട്രേഷൻ 2 എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ നമ്മൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇല്ലുസ്ട്രേഷൻ 3 ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം നമുക്ക്. Let us consider the balance sheet of X Limited as at 31st March 2011. So share capital, reserves and surplus, long-term borrowings, trade payables, property, plant and equipment, inventories, trade receivables, cash and cash equivalents. Notes to accounts: 7,15,000 equity shares, 25,000 40% preference shares, general reserve 14% debentures, land and building, plant and machinery, furniture, investment cost. So additional information: Y Limited take over X Limited. X Limited ആരെടുത്തു? X Limitedനെ Y Limited എടുത്തു. ഓക്കെ, ഇവിടെ X Limited ട്രാൻസ്ഫറർ കമ്പനിയും Y Limited ട്രാൻസ്ഫറി കമ്പനിയാണ്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓഫ് X Limited are discharged by Y Limited at a 10% premium by issuing 15% on debentures. ഇവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അത് നമ്മൾ നോട്ടായിട്ട് എഴുതണേ. ദ എമൗണ്ട് പെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് നോട്ട് എ ഫോമിംഗ് പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ നോട്ടായിട്ട് എഴുതണം. ദെൻ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, ദെൻ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് വൺ 40% preference shareholders X Limited are discharged at a premium of 20% by issuing necessary number of 50% preference shares of Y Limited. Face value ₹100 each. എന്ന് വെച്ചാൽ എക്സ് ലിമിറ്റഡിന് ആര് ടേക്ക് ഓവർ ചെയ്തു? വൈ ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്തു. സോ എക്സ് ലിമിറ്റഡിലെ 40% ഡിബഞ്ചേഴ്സ് ഡിസ്ചാർജ് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. സോ 15% പ്രിഫറൻസ് ഷെയർസ് വെച്ച് അത് 20% പ്രീമിയത്തിൽ. സോ 100 ആണ് ഫേസ് വാല്യൂ, പ്രീമിയം 20 ആണ്. സോ 100 + 20 എന്ന് പറയുന്നത് എത്രയാണ്? 120. സോ 120. എത്ര പ്രിഫറൻസ് ഷെയർസ് ആണ് എക്സ് ലിമിറ്റഡിലുള്ളത്? എക്സ് ലിമിറ്റഡിലുള്ളത് പ്രിഫറൻസ് ഷെയർസ് 25,000 ആണ്. സോ 25,000 മൾട്ടിപ്ലൈഡ് വിത്ത് 120. സോ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? Then intrinsic value per share X Limited is 20 and that of Y Limited is 30. S Limited intrinsic value 20യും Y Limited intrinsic value 30 ആണ്. Y Limited will issue equity shares to satisfy the equity shareholders X Limited on the basis of intrinsic value. However, the entry should be made at par value only. The nominal value of each equity shares of Y Limited is ₹10. ഓക്കെ,
ഇൻട്രൻസിക് വാല്യൂ ചെയ്യാൻ നേരം ഇൻട്രൻസിക് വാല്യൂൻ്റെ ബേസിൽ ഇക്വിറ്റി ഷെയർസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ടോട്ടൽ ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ ട്രാൻസ്ഫറർ company multiplied with intrinsic value of transferor company intrinsic value of transferee company. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കിട്ടും. ദെൻ അതിൻ്റെ ഒപ്പം നമ്മൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇവിടെ പാർ വാല്യൂലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പാർ വാല്യൂ ഇവിടെ 10 ആണ്. സോ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കമ്പ്യൂട്ടേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് ആൻസർ എങ്ങനെ എഴുതേണ്ടത് കാണിച്ചു തരാം. പാര 1 പാര 2 നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ആസ് പെർ പാര 3G of AS14 ഡിഫൈൻഡ് ആയിട്ട് പർച്ചേസ് കൺസിഡറേഷൻ ചെയ്താൽ. ദെൻ പാര 2ൽ എമൗണ്ട് പെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇസ് നോട്ട് എ ഫോമിംഗ് പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷനിൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ബൈ വേ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് 25,000 ഇൻറ്റു 100 + 20 പ്രീമിയം ആണ്. സോ 30 lakh കൊടുത്തു പ്രിഫറൻസ് ഷെയർസിന്. So equity shareholders in by way of equity shares, number of shares issued on the basis of intrinsic value ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ ട്രാൻസ്ഫറർ കമ്പനി മൾട്ടിപ്ലൈഡ് വിത്ത് ഇൻട്രൻസിക് വാല്യൂ ട്രാൻസ്ഫർ കമ്പനി ഡിവൈഡ് ബൈ ഇൻട്രൻസിക് വാല്യൂ ട്രാൻസ്ഫർ കമ്പനി. സോ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയുണ്ട് ഇക്വിറ്റി ഷെയർസിൽ ടോട്ടൽ ഉള്ളത് എത്രയാണ്? 7,15,000 ആണ്. 7,15,000 ഇക്വിറ്റി ഷെയർസ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ ട്രാൻസ്ഫറർ കമ്പനി 7,15,000 ഇൻറ്റു 12/30. ഇൻട്രൻസിക് വാല്യൂ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി 20, ഇൻട്രൻസിക് വാല്യൂ ട്രാൻസ്ഫറി കമ്പനി 30. സോ 5 lakh ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആ 5 lakh ഇൻറ്റു പാർ വാല്യൂലാണ് 10. സോ 15 lakh കിട്ടും. സോ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ 30 lakh + 15 lakh ഈക്വൽ ടു 80 lakh. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കെ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇല്ലുസ്ട്രേഷൻ 4 ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ റെഡിയാണ് നമുക്ക്. ഓക്കെ, നീൽ ആൻഡ് ഗഗൻ ലിമിറ്റഡ് അമാൽഗമേറ്റഡ് ടു ഫോം എ ന്യൂ കമ്പനി എന്ന് വെച്ചാൽ ഇത് അമാൽഗമേഷനാണ്. നീൽ ലിമിറ്റഡും ഗഗൻ ലിമിറ്റഡും പോയി എന്ത് വന്നു, വേറൊരു കമ്പനിയോട് ഫോം ചെയ്തിട്ടുണ്ട്. സോ 2 ലിക്വിഡേഷനും ഒരു ഇൻകോർപ്പറേഷനും ഇവിടെ നടക്കുന്നത്. ഓൺ 1/4/2011 ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് നീൽ ലിമിറ്റഡ് ആൻഡ് ഗഗൻ ലിമിറ്റഡ് ആസ് ഓൺ 31 March 2011. ഓക്കെ, അമാൽഗമേഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ ഷെയർ ക്യാപിറ്റൽ 7,75,000 8,55,000. കറണ്ട് ലയബിലിറ്റി 6,23,500 5,57,600. ദെൻ അസറ്റ്സിലെ നോൺ കറണ്ട് അസറ്റ്സ് PPE 12,35,000 12,54,000. കറണ്ട് അസറ്റ്സ് 1,63,500 1,58,600. ഓക്കെ, notes to account land and building, then plant and machinery. Following is the additional information. The assets of Neil Limited and Gagan Limited are to be revalued as under Neil and Gagan. Plant and machinery 5,25,000 6,75,000. Building 7,75,000 6,48,000. The purchase consideration is to be discharged as under issue 24,000 equity shares of ₹25 each, fully paid up in the proportion of the profitability in the preceding 2 years. സോ ഇവിടെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രിസീഡിങ് 2 yearsലെ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിലാണ്. സോ പ്രോഫിറ്റ്സ് എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് 2 yearsലെ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടോട്ടൽ തന്നിട്ടുണ്ട്. ദെൻ ഇഷ്യൂ 12% പ്രിഫറൻസ് ഷെയർസ് ഓർ ₹10 each, fully paid up at par to provide income equivalent to 8% return on net assets in the business as on 31 March 2011 after revaluation of assets of Neil Limited and Gagan Limited respectively. Okay. You are required to compute the equity and preference shares issued to Neil Limited and Gagan Limited purchase consideration compute ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്താണ് ഇവിടെ പറയുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർസ് വഴിയും പ്രിഫറൻസ് ഷെയർസ് വഴിയും കൊടുക്കുന്നുണ്ട്. സോ ഇഷ്യൂ 24,000 ഇക്വിറ്റി ഷെയർസ് ₹25 each. സോ 24,000
24,000 മൾട്ടിപ്ലൈ 25 6 ലാക്ക് കിട്ടും. ആ 6 ലാക്ക് നീൽ ലിമിറ്റഡും ഗഗൻ ലിമിറ്റഡും അതിൻ്റെ പ്രോഫിറ്റ്സിൻ്റെ ബേസിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇവിടെ 6 ലാക്ക് നമുക്ക് ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ കിട്ടി. ആ 6 ലാക്ക് മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോഫിറ്റ്സ് എത്രയാണ്? ഇവിടെ 4,75,000 5,25,000. സോ 478 ഈസ് 525 റേഷ്യോയുടെ ബേസിസിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ 6 ലാക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 475 ഡിവൈഡ് ബൈ 1000 കിട്ടിയത് 475 പ്ലസ് 525. ഓക്കെ. സോ അതേപോലെ തന്നെ ഗഗൻ ലിമിറ്റഡിന് 6 ലാക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 525 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നീലിനും ഗഗനും കൊടുക്കുന്ന ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ? Okay. Then next, to issue 12% preference shares of ₹10 each fully paid up at par to provide income equivalent to 8% return on net assets in the business as on 31st March after revaluation. എന്ന് വെച്ചാൽ ഇവിടെ ഇക്വിറ്റി ഷെയർസിന് പുറമെ 12% പ്രിഫറൻസ് ഷെയർസും കൊടുക്കുന്നുണ്ട്. ഇത് ആ 12% പ്രിഫറൻസ് ഷെയർസ് മൾട്ടിപ്ലൈ ചെയ്ത് 10. സോ ആ വാല്യൂ എന്ന് പറയുന്നത് അവിടെ 8% ഓഫ് നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റിൻ്റെ 8% എത്രയുണ്ടോ അത് അത്രയും നമ്പർ ഓഫ് ഷെയർസാണ് പ്രിഫറൻസ് ഷെയർസിനും കൊടുക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. എത്രയാണ് 8% നെറ്റസിൻ്റെ 8% എത്രയാണോ അത്രയും ഷെയർസ് തന്നെയാണ് പ്രിഫറൻസ് ഷെയർസിന് ഇഷ്യൂ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇഷ്യൂ 12% പ്രിഫറൻസ് ഷെയർ ഫുള്ളി പെയ്ഡ് ടു പ്രൊവൈഡ് ഇൻകം ഇക്വലൻ. ആ ഇൻകം തന്നെയാണ് ഇൻകം ഇക്വലൻ എന്ന് വെച്ചാൽ എക്സ് ഷെയർസ് ഇൻറ്റു 12% ഇൻറ്റു 10. ഇവിടെ എത്രയാണോ വരുന്നത് ഇൻകം വരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ 8% നെറ്റ് അസറ്റ്സ് ആയിട്ട് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും ഒന്നുകൂടും. സോ നമുക്ക് നേരെ ഇനി ആൻസറിലേക്ക് നടക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസ് 24,025 6 ലാക്ക് കിട്ടി. ദെൻ പ്രോഫിറ്റ്സിൻ്റെ ബേസിൽ നീൽ ലിമിറ്റഡിന് 6 ലാക്ക് ഇൻറ്റു 475 ഡിവൈഡ് ബൈ 1000 ഈക്വൽ 2,85,000. ഗഗൻ ലിമിറ്റഡ് 6 ലാക്ക് ഇൻറ്റു 525 ഡിവൈഡ് ബൈ 1000 ഈക്വൽ 3,15,000. ഓക്കെ. ദെൻ ബൈ വേ പ്രിഫറൻസ് ഷെയർസ് നീൽ ലിമിറ്റഡിൻ്റെ കാണാൻ നേരത്ത് 12% ഇൻറ്റു എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസാണ്. ഓക്കെ. നമുക്കറിയാം ഡിവിഡൻഡ് കാണാൻ നേരത്ത് വാല്യൂ ഇൻറ്റു ആ റേഷ്യോ അല്ല ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. സോ ഇപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർസ് 1 ലാക്ക് വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 1 ലാക്ക് ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് 10%. 1 ലാക്കിൻ്റെ പ്രിഫറൻസ് ഷെയർസ് 10% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്കിൽ 1 ലാക്ക് ഡിവിഡൻഡ് പെർസെൻറ്റേജ് എങ്കിൽ 1 ലാക്ക് ഇൻറ്റു 10% അല്ല അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 12% എക്സ് ഇൻറ്റു 10. നമുക്കിവിടെ എത്ര നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് അറിയില്ല. സോ നമ്മളത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത് സോ ഈക്വൽ ടു 8% നെറ്റ് അസറ്റ്സ്. സോ നമ്മൾ നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ്സ് നീൽ ലിമിറ്റഡ് പ്ലാന്റ് ആൻഡ് മെഷീനറും ബിൽഡിങ്ങും നമ്മൾ എന്നിട്ട് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. ആ റീവാല്യൂ ചെയ്ത എമൗണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ കാണിച്ചു തരാം ഞാൻ. പ്ലാന്റ് ആൻഡ് മെഷീനറി റീവാല്യൂഡ് 5,25,000 6,75,000 ബിൽഡിങ് 7,75,000 6,45,000. ആ എമൗണ്ടാണ് നമ്മൾ നെറ്റ് അസറ്റ്സ് കമ്പ്യൂട്ടേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ. Then Knee Limited 5,25,000, building 7,75,000, current assets 1,63,500. So total assets 14,63,500 minus external liability, current liability മാത്രമല്ല ഇവിടെ. സോ 6,23,500 ഡിഡക്ട് ചെയ്യുമ്പോൾ 8,40,000 ഇവിടെ നീ ലിമിറ്റഡിൻ്റെ നെറ്റ് അസറ്റ്സ് ആയിട്ട് കിട്ടും. ഗഗൻ ലിമിറ്റഡിന് പ്ലാന്റ് ആൻഡ് മെഷീന് 6,75,000, ബിൽഡിങ്ങിന് 6,48,000, കറണ്ട് അസറ്റ്സിന് 1,58,600. സോ ടോട്ടൽ അസറ്റ്സ് 40,81,600 മൈനസ് 5,57,600 എക്സ്റ്റേണൽ ലയബിലിറ്റി ആയ കറണ്ട് ലയബിലിറ്റി ഡിഡക്ട് ചെയ്യുമ്പോൾ 9,24,000 കിട്ടും. സോ ഇതിൻ്റെ 8% വെച്ചാണ് നമ്മൾ ഇവിടെ കിട്ടുന്ന 8%, നെറ്റ് അസറ്റ്സിൻ്റെ 8%, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻകം ഓഫ് ദി പ്രിഫറൻസ് ഷെയർ, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ആണ്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് ആണ് കാണുന്നത്. സോ അത് നമുക്ക് അറിയാൻ പോലെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത്. സോ 12% ഇൻറ്റു എക്സ് ഇൻറ്റു 10. സോ 10ൻ്റെ 12% 1.2 ആണ്. 1.2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 67,200. 67,200 ഇടത് 8,40,000 8%. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു 67,200. ഈ 1/2 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായി മാറും. സോ 67,200 ഡിവൈഡ് ബൈ 1/2 ഈക്വൽ ടു 56,000 നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് കിട്ടി. ഓക്കെ, ഈ 56,000 കിട്ടി നമ്പർ ഓഫ് ഷെയർസ്. സോ ആ 56,000 ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 5,60,000
60,000 കിട്ടി. ദെൻ ഗഗൻ ലിമിറ്റഡ് ഇതേപോലെ തന്നെ 12% x into 10 equal to 8% 9,24. 9,24 ആണ് നെറ്റ് അസറ്റ്സ്. അതിൻ്റെ 8% ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻകം ഓഫ് ദി പ്രിഫറൻസ് ഷെയർസ്. സോ 1/1.2. സോ 10ൻ്റെ 12% and 1.2 multiply the x equal to 73,920. സോ x equal to 61,600. സോ x equal to കിട്ടിയത് 73,920 divided by 1.2. ഓക്കെ. സോ ഗഗൻ ലിമിറ്റഡ് ഫേസ് വാല്യൂ 10 ആണ്. സോ 61,600 multiply the 10 equal to 6,60,000. ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ നമുക്കിനി എക്സാമിന് ചോദിച്ച രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് വയ്ക്കാം. ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ടു നീൽ ലിമിറ്റഡ് ഗഗൻ ലിമിറ്റഡ്. നീൽ ലിമിറ്റഡിന് ഇക്വിറ്റി, നീൽ ലിമിറ്റഡും ഗഗൻ ലിമിറ്റഡും എത്ര ഇക്വിറ്റി എത്ര പ്രിഫറൻസ് ഷെയർസ് കൊടുത്തിട്ടുണ്ടെന്ന്. സോ നീൽ ലിമിറ്റഡിന് ഇക്വിറ്റി ഷെയർസ് 2,85,000, പ്രിഫറൻസ് ഷെയർസ് 5,60,000. ഗഗൻ ലിമിറ്റഡിന് ഇക്വിറ്റി ഷെയർസ് 3,50,000, പ്രിഫറൻസ് ഷെയർസ് 6,60,000. എവിടെ നിന്നാണ് വന്നത്? ഇവിടെ നിന്നത് നീൽ ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഷെയർസ് 2,85,000, പ്രിഫറൻസ് ഷെയർസ് 5,60,000. ദെൻ ഗഗൻ ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഷെയർസ് 3,50,000, പ്രിഫറൻസ് ഷെയർസ് 6,60,000. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണ് ഈ എമൗണ്ട് വന്നിരിക്കുന്നത്. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ ഇത് എല്ലാം കൂടി ആഡ് ചെയ്താൽ അത് തന്നെയാണ് പർച്ചേസ് കൺസിഡറേഷൻ. എന്നാലും ഞാൻ ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസും ബൈ വേ ഓഫ് പ്രിഫറൻസ് ഷെയർസിന് എഴുതിയിട്ടുള്ളൂ. എക്സാമിന് നേരെ തീർച്ചയായും എക്സാമിനല്ല സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ടോട്ടലാണ് എഴുതിയിരിക്കുന്നത്, എന്നിട്ട് ടോട്ടൽ സമ്മാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഞാൻ കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ അതൊരു നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ എഴുതിയത് എങ്ങനെയാണ്? ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ബൈ വേ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. സോ പർച്ചേസ് കൺസിഡറേഷൻ ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസ് 2,85,000. ദെൻ ഇക്വിറ്റി ഷെയർസ് ഇവിടെ 2,85,000 നീൽ ലിമിറ്റഡിനും ഗഗൻ ലിമിറ്റഡ് 3,50,000. സോ ടോട്ടൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ 6 lakh. ദെൻ ബൈ വേ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നീൽ ലിമിറ്റഡ് 5,60,000, പ്രിഫറൻസ് ഷെയർസ് ഗഗൻ ലിമിറ്റഡ് 6,60,000. സോ ടോട്ടൽ 11 lakhs, 5,60,000 പ്ലസ് 6,60,000, 11,76,000 ആണ്. എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, $11,76,000. ക്ലിയർ? അതൊന്ന് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 6 lakhും 7,76,000 കൂട്ടി ടോട്ടൽ 7,76,000 കിട്ടും. ക്ലിയർ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമിന് ചോദിക്കാനും ചാൻസസ് അധികമുണ്ട് ഇതേ മോഡൽ ചോദിക്കാൻ. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.